ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്നത്തേത് ഭയങ്കര സിമ്പിളായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഗീ റൈസ് എങ്ങനെയാണ് വെറും 5 മിനിറ്റ് കൊണ്ട് പ്രഷർ കുക്കറിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ശരിക്കും നമ്മൾ എങ്ങനെയാണോ പാനിലൊക്കെ ചെയ്തെടുക്കുന്നത് അതേ പെർഫെക്ഷനിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ തന്നെ ഇതുവരെ ആരും ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് കാണിച്ചിട്ടില്ലെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാമല്ലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയുകയാണ്, നമ്മൾ ഈ ഒരു പ്രഷർ കുക്കർ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന സമയത്ത് അഥവാ ഗീ റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് ഐറ്റംസ് എല്ലാം ആദ്യം തന്നെ റെഡിയാക്കി വെക്കാനായിട്ട്, എന്നിട്ട് വേണം കുക്കർ ഗ്യാസ് സ്റ്റോപ്പിൽ വെക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓരോന്ന് ചെയ്യാൻ സമയമില്ല, എല്ലാം പെട്ടെന്ന് മിക്സ് ആക്കിയിട്ട് വെക്കുന്ന ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് അളവിൽ ജീരകശാല അരി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ തലശ്ശേരി ബിരിയാണി വെക്കുന്ന അരി എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ 2 കപ്പ് അരി എന്ന് പറയുന്നത് 400 ഗ്രാം അളവിലുണ്ട് കേട്ടോ. എൻ്റെത് 250 ml മെഷറിംഗ് കപ്പാണ്. അപ്പോൾ ഇത് ഞാൻ നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു സ്ട്രെയിനറിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ആദ്യം തന്നെ അരി ഇതുപോലെ റെഡിയാക്കി വെക്കണേ. ഇനിയിപ്പോൾ നമ്മുടെ ഗീ റൈസ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ഇതന്നെ സ്റ്റൗ ടോപ്പിൽ ഒരു പ്രഷർ കുക്കർ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ RKGയോ മിൽമ നെയ്യോ അങ്ങനത്തെ ഏതെങ്കിലും നല്ല മണവും ഫ്ലേവറൊക്കെ ഉള്ളത് എടുക്കുക. അതിനനുസരിച്ച് റൈസിനും ടേസ്റ്റ് കൂടും. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ രണ്ടും കൂടി ചൂടായ സമയത്ത് ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക എന്ന് പറയുമ്പോൾ സവാള ചെറുതായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരണമെന്നേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഒരുപാടങ്ങ് മൊരിഞ്ഞ് ഡാർക്ക് കളറാക്കി എടുക്കരുത്. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് പ്യുവർ വൈറ്റ് അല്ലാതെ ഭയങ്കര ഡാർക്ക് കളറായി പോകും കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ, എങ്കിലും നല്ല പ്യുവർ വൈറ്റ് ആയിട്ടുള്ള നെയ്ച്ചോറ് കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും മതി. ഈ ഒരു രീതിയിൽ ഒന്നങ്ങ് ട്രാൻസ്പെറൻ്റ് ആയി വന്നതിന് ശേഷം പിന്നെ ഇതിലേക്ക് ചെറിയ സൈസ് 3 ഏലക്കായും 2 കുഞ്ഞു പീസ് അളവിൽ പട്ടയും ഏകദേശം ഒരു 3-4 ഗ്രാമ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് വലുപ്പം നിങ്ങൾ നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. പച്ചവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 2 കപ്പ് അരിയല്ലേ എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ 3 കപ്പ് പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്നുള്ള രീതിയിലാണ് കേട്ടോ നമുക്ക് കുക്കറിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം അവിടെ നന്നായിട്ട് അവിടെ കുറച്ച് വെച്ചേക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി ചെറുനാരങ്ങ നീരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2 കപ്പ് അരിയല്ലേ ഉള്ളൂ, അത്രയും മതി. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരിയില്ല, അത് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പരിപാടിയുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഉപ്പ് പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാം കറക്റ്റാണ് എൻ്റെത്. ഇനിയിപ്പോൾ ഞാൻ കുക്കർ അടച്ച് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെക്കുക. എന്നിട്ട് 2 വിസിലാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഗീ റൈസ് റെഡിയാവാൻ വേണ്ടുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ വിസിൽ പോകുന്ന ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കണം. പിന്നെ നിങ്ങൾ അതിന് മൈൻഡ് ചെയ്യേ വേണ്ട. ചിലവർക്കുണ്ട് ഇടയ്ക്കിടെ പ്രഷർ പോയോ എന്നുള്ള ചെക്ക് ചെയ്ത് നോക്കുന്ന പരിപാടിയൊക്കെ, അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. പിന്നെ നമ്മുടെ ഗീ റൈസ് കൊളായിപ്പോൾ. ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾ അതിനെ മൈൻഡ് ചെയ്യേണ്ട. നിങ്ങൾ എപ്പോഴാണ് ചോറ് കഴിക്കാൻ നേരത്ത് അതിനെ ഓപ്പൺ ചെയ്തിട്ട് സെർവ് ചെയ്താൽ മതി കേട്ടോ. അത്രയേ പരിപാടിയുള്ളൂ. അപ്പോൾ നമ്മൾക്ക് റൈസിൻ്റെ മുകളിൽ കുറച്ചൊന്നും ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു ചെറിയ സൈസ് സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ടിട്ട് ഞാനിതാ ചൂടായ ഓയിലിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാമല്ലോ, നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇടയ്ക്കിടെ ഒന്ന് ഇളക്കിയിട്ട് ഈ ഒരു കളറാകുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരി എടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും കളറാകുമ്പം തന്നെ കോരി എടുക്കുക. കുറച്ച് വെക്കുന്ന സമയത്ത് നല്ല ക്രിസ്പിയായിട്ട് കിട്ടിക്കോളും. പിന്നെ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ഈ ഒരു രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കളറങ്ങ് മാറി വരുന്ന സമയത്ത് കുറച്ച് മുന്തിരിയും കൂടി ഇട്ടിട്ട്, ഇത് നിർബന്ധമില്ല കേട്ടോ, വീട്ടിൽ ചെയ്യുമ്പോൾ നിർബന്ധമില്ല. പക്ഷെ നമുക്ക് ഗസ്റ്റൊക്കെ വരുന്ന സമയത്തെല്ലാം ഇങ്ങനെ ചെയ്ത് കൊടുത്ത് ഒന്നുകൂടി നല്ല ടേസ്റ്റി ആയിരിക്കും, നല്ല കാണാനും ഭംഗിയുണ്ടാവും. അപ്പോൾ രണ്ടും എല്ലാം ഇതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്, കോരി മാറ്റിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് അങ്ങനെ നമ്മുടെ പ്രഷറൊക്കെ മൊത്തത്തിൽ പോയി കുറച്ചൊന്ന് ചൂടൊക്കെ തണുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അതായത് ഭയങ്കരമായിട്ടുള്ള ചൂടൊന്നും ആറിയതിന് ശേഷമാണ് ഞാൻ ഓപ്പൺ ചെയ്യുന്നത്. കണ്ടില്ല, നല്ല അടിപൊളിയായിട്ടുള്ള പ്യൂർ വൈറ്റ് ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് മൊത്തത്തിലൊന്ന് മിക്സാക്കി കൊടുക്കുന്നു. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഗീ റൈസാണ്. എന്തായാലും ഒരു തവണയെങ്കിലും, പ്രത്യേകിച്ച് നമുക്ക് റമളാനായല്ലേ, നോമ്പിന് നമ്മളെപ്പോഴും സിമ്പിളായിട്ട് കാര്യങ്ങൾ ചെയ്യാനല്ലേ നോക്കുക. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ കുക്കർ ഗീ റൈസ്.
എന്തായാലും ഈ ഒരു രീതിയിൽ ട്രൈ ആക്കി നോക്ക്. അപ്പോൾ ഞാൻ ഇത് സെർവ് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്നും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒന്നും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കുകയോ കുഴഞ്ഞു പോകുമോ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. പിന്നെ 1-2 കാര്യങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം. ഒന്നിക്കൽ ഞാൻ കുക്കർ ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ചധികം സമയം കഴിഞ്ഞിട്ടല്ലേ കുക്കർ തുറന്നത്. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പെട്ടെന്ന് തന്നെ മിക്സാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ. അല്ലാതെ നിങ്ങൾ പ്രഷർ പോയ ഉടനെ കുക്കർ തുറക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിലങ്ങനെ നമ്മൾ ഈർപ്പം മുകളിൽ നിൽക്കുമല്ലോ, ചോറിൻ്റെ മുകളിലായിട്ട് അടപ്പ് തുറക്കുന്ന സമയത്തുള്ള ആ ഒരു വെള്ളമയമൊക്കെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അടപ്പ് തുറന്ന ഉടനെ മിക്സ് ചെയ്യേണ്ട കേട്ടോ. ഒരു 3-4 മിനിറ്റ് ഒന്ന് അടപ്പ് തുറന്നിട്ട് അവിടെ വെക്കുക, അതിന് ശേഷം മിക്സ് ചെയ്യുക കേട്ടോ. എങ്കിലും കറക്റ്റായിട്ട് കിട്ടിക്കോളൂ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ 2 രീതിയിൽ എങ്ങനെയും ചെയ്യാം. അപ്പോൾ ഭയങ്കര സിമ്പിളല്ലേ, ഇത്രയേ ഉള്ളൂ. ഞാൻ ഇത് മൊത്തത്തിൽ സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും മറ്റേ അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്